എന്റെ സമ്പത്ത് എന്ന് പറയാൻ, നമ്മുടെ സമ്പത്ത് എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ പരിശുദ്ധാത്മാവായിരിക്കണം. ഈ റോമ 8:9 വാക്യത്തിലൊരു വചനമുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളതല്ല. അപ്പൊ ഈ പറയുന്ന പോലെ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ഒരു തീയാണ്. മീൻസ് ഈ ഒരു തീ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ നന്മമരത്തിൽ കയറിയിരിക്കുന്ന നമ്മളെല്ലാവരും എന്താ പറയാ, നമ്മള് ഈശോനെ കൊടുക്കണം. ഈ ആത്മാവില്ലാതെ, പരിശുദ്ധാത്മാവിനെ കത്തിക്കാതെ നമുക്കൊന്നും നടക്കത്തില്ല. അതായത് വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഉണരുക, നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. ഈ പറഞ്ഞ ഉത്തേജിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനെ നമ്മള് ഈ തന്നിട്ടുണ്ട്, അതിനെ ഉറക്കി കിടത്തുമല്ല വേണ്ടത്. അതിനെ കത്തിക്കാതെ, നമ്മുടെ ഉള്ളിൽ ഒരു ജ്വലനം നടക്കാതെ നമുക്ക് ആത്മാക്കളെ നേടാൻ ഒരിക്കലും പറ്റത്തില്ല. ഈശോയ്ക്ക് വേണ്ടി നമുക്ക് വേറെ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈശോ നമ്മളെ വിളിച്ചേക്കുന്നത് ദീപമാകാനാണ്. ഈ പരിശുദ്ധാത്മാവ് എന്താ? തീയാ. അപ്പൊ വെളിച്ചം ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ ഈശോ നമ്മളെ വിളിച്ചേക്കുന്ന ഒരു തീപ്പന്തമാകാൻ വിളിച്ചേക്കുക. ഭൂമിയുടെ അതിർത്തികളോളം. ഇവിടെ ഞാനെന്ന വ്യക്തി പാലായിലോ ഇല്ലെങ്കിൽ ഇവിടെ UK ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയില്ല. ഞാനെന്ന വ്യക്തി ഇപ്പൊ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൂടെയാകാം അതിർത്തികൾ കടന്നും നമ്മൾ ചെല്ലുന്നുണ്ട്, അല്ലേ? അപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കണം. ഇതൊന്നും അല്ല നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ 12 സ്ത്രീഹന്മാരെല്ലാവരും ഓരോ സ്ഥലത്തോട്ട് പോയിട്ട് ഈശോനെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തേ? അവര് മരിച്ചു. ഒരു ഈശോയ്ക്ക് വേണ്ടി മരിച്ചു. അപ്പം ഈ പറയുന്ന പോലെ നമ്മള് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും പരിശുദ്ധാത്മാവിനാൽ കത്തി, എന്റെ മരണവും പരിശുദ്ധാത്മാവിനെ ജ്വലിച്ച് തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിർത്തികൾ കടന്ന് നമ്മുടെ ഈശോനെ നമ്മൾ കൊടുക്കണം. അപ്പൊ ഒത്തിരി ആഗ്രഹത്തോടെ നമ്മള് പരിശുദ്ധാത്മാവിനെ എപ്പോഴും, ഇപ്പൊ ആശയുടെ പറഞ്ഞ ഓരോ സ്പോട്ടില് എന്തൊക്കെ സംഭവിച്ചാലും പരിശുദ്ധാത്മാവിനെ നമ്മള് എപ്പോഴും വിളിച്ചുകൊണ്ട് നടക്കുക. അത് ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ട് നടക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാനത് എനിക്കറിയത്തില്ല, ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു സംഭവം. ജോലി കഴിഞ്ഞ് വന്നാൽ എവിടെ വന്നാലും ഞാൻ ചിലപ്പോൾ എന്റെ കയ്യിൽ ആരും ഫോൺ വിളിക്കാനൊന്നുമില്ലെങ്കിലും ഞാൻ ഫോണിൽ സംസാരിക്കും. ആരെങ്കിലും മീൻസ് വല്ല സ്ട്രേഞ്ചേഴ്സ് ഒക്കെ, കുറെ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വരുമ്പോൾ എനിക്കൊരു ചെറിയ പേടി. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോണിൽ വിളിച്ചാൽ, ഹലോ പരിശുദ്ധാത്മാ, ഇവിടെ കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സംസാരിക്കും. അപ്പൊ ഈ പറയുന്ന നമ്മള് പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ എപ്പോഴും നമ്മള് സംസാരിക്കുക. അത് അവര് ചിലപ്പം ആരും ഇല്ലാത്ത പരിശുദ്ധാത്മാവ് ബോറടിച്ചിരിക്കും. അപ്പൊ നമ്മള് സംസാരിച്ച് പരിശുദ്ധാത്മാവിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സംസാരിക്കണം. അത് ഈശോയോട് സംസാരിക്കണം. എനിക്ക് അല്ലേ, അവരെ എപ്പോഴും ആഗ്രഹിക്കണം, ഈശോയും മാതാവ് എല്ലാവരും ആഗ്രഹിക്കണം അവരോട് സംസാരിക്കാൻ. അപ്പൊ നമ്മുടെ പരിശുദ്ധാത്മാവിനെ ആളിക്കത്തണമെങ്കിൽ എപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ചുകൊണ്ട് നടക്കുക. നമ്മളറിയാതെ നമ്മളെ പരിശുദ്ധാത്മാവ് തീ പിടിപ്പിക്കും.